Practice on start engine, adjust idling speed and damping device in pneumatic governor and venture control unit checking. ഹലോ, എൻ്റെ പേര് ഷീന. ഈ മോഡ്യൂളിൽ നമ്മൾ ന്യൂമാറ്റിക് ഗവർണറിലെ ഡാമ്പിംഗ് ഡിവൈസിൻ്റെയും വെഞ്ചർ കൺട്രോൾ യൂണിറ്റ് പരിശോധിക്കാനും സ്റ്റാർട്ട് എഞ്ചിൻ ഐഡിൽ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനും പോകുന്നു. ഈ എക്സസൈസിന്റെ അവസാനം നിങ്ങൾക്ക് സാധിക്കുന്നത് ഐഡിൽ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ, ന്യൂമാറ്റിക് ഗവർണറിൽ ഡാമ്പിംഗ് ഡിവൈസ്, വെഞ്ചർ കൺട്രോൾ യൂണിറ്റ് പരിശോധിക്കാൻ, ഇപ്പോൾ ആവശ്യമായ എക്യുപ്മെന്റുകൾ, മെറ്റീരിയലുകൾ, ടൂളുകൾ എന്നിവ നോക്കാം. ആവശ്യമായ ടൂളുകൾ, ഇൻസ്ട്രുമെന്റുകൾ: ട്രെയിനിയുടെ ടൂൾ കിറ്റ് ഒരെണ്ണം, എക്വിപ്മെന്റുകളും മെഷീനറികളും, ന്യൂമാറ്റിക് ഗവർണറുള്ള ഡീസൽ എഞ്ചിൻ ഒരെണ്ണം, കേബിളുകളുള്ള 12V ബാറ്ററി ഒരു സെറ്റ്. മെറ്റീരിയലുകൾ: ക്ലീനിംഗ് ട്രേ, കോട്ടൺ ക്ലോത്ത്, സോപ്പ് ഓയിൽ, ഡീസൽ, എഞ്ചിൻ ഓയിൽ, കൂളന്റ്. പ്രൊസീജിയറിലേക്ക് നീങ്ങുന്നതിന് മുമ്പ് ഐഡിലിംഗ് സ്പീഡിനെക്കുറിച്ചും ന്യൂമാറ്റിക് ഗവർണറിനെക്കുറിച്ചും നമുക്ക് പഠിക്കാം. എഞ്ചിൻ ഐഡിൽ ആയിരിക്കുമ്പോൾ ഒരു എഞ്ചിൻ പ്രവർത്തിക്കുന്ന റൊട്ടേഷണൽ സ്പീഡ് ആണ് ഐഡ്ലിംഗ് സ്പീഡ്, ചിലപ്പോൾ ഐഡിൽ എന്ന് വിളിക്കപ്പെടുന്നത്. അതായത് ഡ്രൈവ് ട്രെയിനിൽ നിന്ന് എഞ്ചിൻ വേർപെടുത്തുകയും ത്രോട്ടിൽ പെഡൽ പ്രസ് ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ. സാധാരണയായി കമ്പഷൻ എഞ്ചിനുകളിൽ ഐഡിൽ സ്പീഡ് സാധാരണയായി അളക്കുന്നത് ക്രാങ്ക് ഷാഫ്റ്റിന്റെ ഒരു മിനിറ്റിലെ RPM റെവല്യൂഷനിലാണ്. ഒരു IC എഞ്ചിന്റെ ഫ്യൂവൽ ഇഞ്ചക്ഷൻ നിയന്ത്രിക്കാൻ ഫ്ലാപ്പ് വാൽവ് ഗവർണർ എന്നും അറിയപ്പെടുന്ന ഒരു ന്യൂമാറ്റിക് ഗവർണർ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ന്യൂമാറ്റിക് ഗവർണർ ഒരു ഓൾ സ്പീഡ് ഗവർണറാണ്. ഇത് ഒരു എഞ്ചിന്റെ മുഴുവൻ സ്പീഡ് റേഞ്ചും നിയന്ത്രിക്കുന്നു. ഈ ഓട്ടോമൊബൈൽ ഗവർണറുകളുടെ പ്രവർത്തനത്തെ വെഞ്ചൂരി ഇഫക്റ്റ് നിയന്ത്രിക്കുന്നു. എഞ്ചിന്റെ ഇൻടേക്ക് മാനിഫോൾഡിലെ എയറിന്റെ വെലോസിറ്റിയോട് അവ റെസ്പോണ്ട് ചെയ്യുന്നു. ന്യൂമാറ്റിക് ഗവർണർ 2 പ്രധാന കോമ്പൗണ്ടുകൾ ഉൾക്കൊള്ളുന്നു. എയർ ഇൻടേക്ക് മാനിഫോൾഡുമായി അറ്റാച്ച് ചെയ്തിരിക്കുന്ന വെഞ്ചൂറി സെക്ഷൻ ഈ ഭാഗം എയർ ഫ്ലോ വെലോസിറ്റി നിരീക്ഷിക്കുകയും അതിനെ അടിസ്ഥാനമാക്കി ഒരു വാക്വം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഇതിന് ആക്സിലറേറ്റർ പെഡലിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു ബട്ടർഫ്ലൈ വാൽവ് ഉണ്ട്. ഫ്യൂവൽ ഇഞ്ചക്ഷൻ ലൈനിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഡയഫ്രം യൂണിറ്റ് ഫ്യൂവൽ പമ്പിന്റെ അറ്റത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഡയഫ്രം ഡിവൈസിന് വെഞ്ചൂറി യൂണിറ്റ് സൃഷ്ടിക്കുന്ന വാക്വം ഇൻക്രീസ് ചെയ്യുന്നതിനെയോ ഡിക്രീസ് ചെയ്യുന്നതിനെയോ അടിസ്ഥാനമാക്കി ഫ്യൂവൽ സപ്ലൈ നിയന്ത്രിക്കാനാകും. ഡയഫ്രത്തിന്റെ ഒരു വശത്ത് ഒരു സ്പ്രിംഗ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു, മറുവശത്ത് ഒരു കൺട്രോൾ റോഡ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. പ്രൊസീജിയർ ആരംഭിക്കാം. പരിശോധന ആരംഭിക്കാൻ FIP യുടെ ടൈറ്റ് പരിശോധിച്ചുകൊണ്ട് ആരംഭിക്കുക. ബോൾട്ട് മൗണ്ട് ചെയ്യുകയും ആവശ്യമായ അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തുകയും ചെയ്യുന്നു. അടുത്തതായി റേഡിയേറ്ററിലെ വാട്ടർ ലെവൽ പരിശോധിക്കുക. വാട്ടർ ലെവൽ ആവശ്യമായ പരിധി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. ഇത് വളരെ കുറവാണെങ്കിൽ ഉടൻ തന്നെ അത് ടോപ്പ് അപ്പ് ചെയ്യുക. റേഡിയേറ്റർ പരിശോധിച്ച ശേഷം സമ്പിലെ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ലെവൽ പരിശോധിച്ച് ആവശ്യമുള്ള ലെവലിൽ ഇല്ലെങ്കിൽ ടോപ്പ് അപ്പ് ചെയ്യുക. ഓയിൽ ലെവൽ ഉറപ്പാക്കിക്കഴിഞ്ഞാൽ അടുത്തത് ഫ്യൂവൽ ടാങ്ക് പരിശോധിക്കേണ്ട സമയമാണ്. നിലവിലെ ഫ്യൂവൽ ലെവൽ പരിശോധിച്ച് ആവശ്യമെങ്കിൽ ഫിൽ ചെയ്യുക. എഞ്ചിൻ വിജയകരമായി സ്റ്റാർട്ട് ആകുന്നുവെന്ന് ഉറപ്പാക്കാൻ ഉചിതമായ കേബിളുകൾ ഉപയോഗിച്ച് സ്റ്റാർട്ടിംഗ് മോട്ടോറിലേക്ക് ബാറ്ററി കണക്ട് ചെയ്യുക. വാഹനം പ്രവർത്തിപ്പിക്കാനായി തയ്യാറാക്കുക. ശ്രദ്ധിക്കുക, ഹാൻഡ് പ്രൈമിംഗ് ഡിവൈസിന്റെ സഹായത്തോടെ സിസ്റ്റം എയറിൽ നിന്ന് മുക്തമാകുന്നത് വരെ ഫ്യൂവൽ സിസ്റ്റം ബ്ലീഡ് ചെയ്യുക. മുന്നോട്ട് പോകുമ്പോൾ ഫാൻ ബെൽറ്റിന്റെ ടെൻഷൻ പരിശോധിക്കുക. ആവശ്യമെങ്കിൽ എഫക്റ്റീവ് ഓപ്പറേഷൻ ഒപ്റ്റിമൽ ടെൻഷൻ ഉറപ്പാക്കാൻ അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തുക. ഇഗ്നിഷൻ കീയുടെ സഹായത്തോടെ ഇഗ്നിഷൻ സ്വിച്ച് ഓണാക്കുക. ഡെസിഗ്നേറ്റഡ് സ്വിച്ച് അല്ലെങ്കിൽ ബട്ടൺ ഉപയോഗിച്ച് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുക. ശ്രദ്ധിക്കുക, സ്റ്റാർട്ടോ ബട്ടണോ കൂടുതൽ സമയം പിടിക്കരുത്. എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത ഉടൻ തന്നെ സ്റ്റാർട്ടർ ബട്ടൺ റീസ് ചെയ്യുക. എഞ്ചിൻ വിജയകരമായി സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ആക്സിലറേറ്റർ അല്ലെങ്കിൽ ത്രോട്ടിൽ ലിവർ ഉപയോഗിച്ച് ക്രമേണ എഞ്ചിൻ സ്പീഡ് വർദ്ധിപ്പിക്കുക. ലീക്കോ അസാധാരണമായ ശബ്ദങ്ങളോ ഇല്ലാതെ എഞ്ചിൻ സുഗമമായി പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കുക.
നിരീക്ഷിച്ച ശേഷം ആക്സിലറേറ്റർ ലിവർ റിലീസ് ചെയ്യുക. എഞ്ചിനെ ക്രമേണ വേഗത കുറയ്ക്കാൻ അനുവദിക്കുക. എഞ്ചിൻ കുറഞ്ഞ വേഗതയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും അസാധാരണമായ വൈബ്രേഷനുകൾക്കായി എഞ്ചിൻ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുകയും ചെയ്യുക. ആക്സിലറേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ സമഗ്രമായ വിലയിരുത്തൽ എഞ്ചിൻ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കുകയും അതിൻ്റെ മൊത്തത്തിലുള്ള പ്രകടനത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച നൽകുകയും ചെയ്യുന്നു. എഞ്ചിൻ പരിശോധന പൂർത്തിയാക്കിയ ശേഷം വെൻച്വർ ത്രോട്ടിൽ സ്ഥിതി ചെയ്യുന്ന ബട്ടർഫ്ലൈ വാൽവിൻ്റെ സ്പിൻഡിലും ലിങ്കേജുകളും ലൂബ്രിക്കേറ്റ് ചെയ്യുക. തുടർന്ന് ഒരു റിംഗ് സ്പാനർ ഉപയോഗിച്ച് ഐഡിലിംഗ് അഡ്ജസ്റ്റ് ചെയ്യുന്ന നട്ട് സാവധാനം അഴിക്കുക. എഞ്ചിൻ സ്പീഡ് നിരീക്ഷിക്കുമ്പോൾ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഐഡിലിംഗ് സ്ക്രൂയിൽ അഡ്ജസ്റ്റ്മെന്റുകൾ വരുത്തുക. നിർമ്മാതാവ് വ്യക്തമാക്കിയ എഞ്ചിന്റെ ശരിയായ ഐഡിൽ സ്പീഡ് ഒപ്പം സെറ്റ് ചെയ്യുക. അച്ചീവ് ചെയ്ത ശേഷം സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് നട്ട് സ്ഥാനത്ത് ലോക്ക് ചെയ്യുക. കാണിച്ചിരിക്കുന്നതുപോലെ മാക്സിമം സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുക. ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് മാനുഫാക്ചറിന്റെ സ്പെസിഫിക്കേഷനുകൾക്ക് അനുസൃതമായി എഞ്ചിന്റെ പെർഫോമൻസ് ഒപ്റ്റിമൈസ് ചെയ്യുകയും ഐഡിലും മാക്സിമം സ്പീഡും കൃത്യമായി അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഒരു മെക്കാനിക്കൽ മോട്ടോർ വെഹിക്കിളിലെ വെൻച്വർ കൺട്രോൾ യൂണിറ്റ് പരിശോധിക്കുക എന്നതാണ് അടുത്ത ടാസ്ക്. പ്രിപ്പറേഷൻ. ഇൻസ്പെക്ഷൻ പ്രോസസ്സിൽ സുരക്ഷ ഉറപ്പാക്കാൻ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ ഡിസ്കണക്ട് ചെയ്തുകൊണ്ട് ആരംഭിക്കുക. വെൻച്വർ കൺട്രോൾ യൂണിറ്റ് റിച്ച് കണ്ടുപിടിക്കുക. വാഹനത്തിനുള്ളിലെ വെൻച്വർ കൺട്രോൾ യൂണിറ്റിന്റെ സ്പെസിഫിക് ലൊക്കേഷൻ തിരിച്ചറിയുക. എഞ്ചിൻ കമ്പാർട്ട്മെന്റിലോ മറ്റൊരു ഡെസിഗ്നേറ്റഡ് ഏരിയയിലോ ഇത് സാധാരണയായി കാണപ്പെടുന്നു. വിഷ്വൽ ഇൻസ്പെക്ഷൻ. റെക്യവിന്റെയും അതിന്റെ ചുറ്റുമുള്ള കോമ്പോണന്റുകളുടെയും ഒരു വിഷ്വൽ ഇൻസ്പെക്ഷൻ നടത്തുക. ഫിസിക്കൽ ഡാമേജുകൾ, ലൂസ് കണക്ഷനുകൾ അല്ലെങ്കിൽ പുറമെ കാണാൻ സാധിക്കുന്ന തേയ്മാനങ്ങൾ എന്നിവയുടെ ഏതെങ്കിലും ലക്ഷണങ്ങൾ നോക്കുക. വയറിങ്ങും കണക്ടറുകളും പരിശോധിക്കുക. റെക്യോവുമായി കണക്ട് ചെയ്തിരിക്കുന്ന വയറിംഗ് ഹാർനെസ് പരിശോധിക്കുക. തുറന്നിരിക്കുന്ന വയറുകളോ കട്ടുകളോ ഇൻസുലേഷൻ കേടുപാടുകളോ ഇല്ലെന്ന് ഉറപ്പാക്കുക. എല്ലാ കണക്ടറുകളും സുരക്ഷിതമായി അറ്റാച്ച് ചെയ്തിട്ടുണ്ടോയെന്ന് പരിശോധിക്കുക. വെന്റിലേഷൻ പരിശോധിക്കുക. അമിതമായി ചൂടാകുന്നത് തടയാൻ മതിയായ വായുസഞ്ചാരമുള്ളതാണെന്ന് സ്ഥിരീകരിക്കുക. ശരിയായ വായുപ്രവാഹത്തെ തടസ്സപ്പെടുത്തുന്ന തടസ്സങ്ങളോ അവശിഷ്ടങ്ങളോ ഉണ്ടോയെന്ന് പരിശോധിക്കുക. ഡയഗ്നോസ്റ്റിക് സ്കാൻ ടൂൾ. വാഹനത്തിന്റെ മേക്കിനും മോഡലിനും അനുയോജ്യമായ ഒരു ഡയഗ്നോസ്റ്റിക് സ്കാൻ ടൂൾ ഉപയോഗിക്കുക. ആപ്റ്റ് പോർട്ടിലേക്ക് സ്കാൻ ടൂൾ കണക്ട് ചെയ്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഏതെങ്കിലും തെറ്റായ കോഡുകൾ വീണ്ടെടുക്കുക. തെറ്റായ കോഡുകൾ പരിശോധിക്കുക. സ്കാൻ ടൂളിൽ നിന്ന് ലഭിച്ച എറർ കോഡുകൾ അവലോകനം ചെയ്യുക. റെക്യു കണ്ടെത്തിയ സ്പെസിഫിക് ഇഷ്യൂകൾ മനസ്സിലാക്കാൻ വാഹനത്തിന്റെ സർവീസ് മാനുവൽ ഉപയോഗിച്ച് ഈ കോഡുകൾ ക്രോസ് റെഫറൻസ് ചെയ്യുക. ഫങ്ഷണൽ ടെസ്റ്റിംഗ്. ഡയഗ്നോസ്റ്റിക് സ്കാൻ ടൂൾ ഉപയോഗിച്ച് ഫങ്ഷണൽ ടെസ്റ്റുകൾ നടത്തുക. ശരിയായ റെസ്പോൺസും സിഗ്നലുകളും ഉറപ്പാക്കാൻ വിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന വിവിധ കോമ്പോണന്റുകൾ ആക്ടിവേറ്റ് ചെയ്യുകയും റിയൽ ടൈം ഡാറ്റ നിരീക്ഷിക്കുകയും ചെയ്യുക. വോൾട്ടേജ് റെസിസ്റ്റൻസ് പരിശോധനകൾ. റെക്യൂവിലേക്ക് സപ്ലൈ ചെയ്ത വോൾട്ടേജ് അളക്കുക. എന്തെങ്കിലും ക്രമക്കേടുകൾ ഉണ്ടോയെന്ന് പരിശോധിക്കുക. കൂടാതെ സാധ്യമായ പ്രശ്നങ്ങൾ തിരിച്ചറിയുന്നതിന് റെലവന്റ് സർക്യൂട്ടുകളിലെ റെസിസ്റ്റൻസ് വിലയിരുത്തുക. സോഫ്റ്റ്വെയറും ഫേംവെയറും പരിശോധിക്കുക. വിസിയുവിന്റെ സോഫ്റ്റ്വെയറും ഫേംവെയറും കാലികമാണെന്ന് ഉറപ്പാക്കുക. ബാധകമെങ്കിൽ നിർമ്മാതാവ് പുറത്തിറക്കിയ അപ്ഡേറ്റുകൾ പരിശോധിക്കുകയും ആവശ്യമായ നവീകരണങ്ങൾ നടത്തുകയും ചെയ്യുക. നിർമ്മാതാവിന്റെ മാർഗനിർദ്ദേശങ്ങൾ അവലോകനം ചെയ്യുക. വിസിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും നിർദ്ദിഷ്ട നടപടിക്രമങ്ങൾക്കോ ശുപാർശകൾക്കോ വേണ്ടി വാഹന നിർമ്മാതാവിന്റെ മാർഗനിർദ്ദേശങ്ങളും സാങ്കേതിക ഡോക്യുമെന്റേഷനും കാണുക. ഡോക്യുമെന്റ് കണ്ടെത്തലുകൾ. പിശക് കോഡുകൾ, വോൾട്ടേജ് റീഡിംഗുകൾ, പരിശോധനയ്ക്കിടെ കണ്ടെത്തിയ ഏതെങ്കിലും അസാധാരണതകൾ എന്നിവ ഉൾപ്പെടെ എല്ലാ കണ്ടെത്തലുകളും രേഖപ്പെടുത്തുക. കൂടുതൽ വിശകലനത്തിനും ട്രബിൾ ഷൂട്ടിംഗിനും ഈ ഡോക്യുമെന്റേഷൻ വിലപ്പെട്ടതാണ്. തിരിച്ചറിഞ്ഞ പ്രശ്നങ്ങൾ അറിയിക്കുക.
പരിശോധനയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടെത്തിയാൽ അവ ഉടനെ പരിഹരിക്കുക. കോമ്പോണന്റുകൾ റിപ്പയർ ചെയ്യുകയോ റീപ്ലേസ് ചെയ്യുകയോ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുകയോ ആവശ്യമായ അഡ്ജസ്റ്റ്മെന്റുകൾ വരുത്തുന്നതോ ഇതിൽ ഉൾപ്പെട്ടേക്കാം. റീ അസംബ്ലി പരിശോധനയും ആവശ്യമായ റിപ്പയറുകളും പൂർത്തിയായി കഴിഞ്ഞാൽ വെഹിക്കിൾ കോമ്പോണന്റുകൾ റീ അസംബിൾ ചെയ്യുകയും എല്ലാ കണക്ഷനുകളും സുരക്ഷിതമായി ടൈറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യുക. ഫങ്ഷണൽ ടെസ്റ്റ് പരിശോധനയ്ക്കും ആവശ്യമായ റിപ്പയറുകൾക്കും ശേഷം അത് ഉദ്ദേശിച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുവെന്ന് സ്ഥിരീകരിക്കാൻ ഫൈനൽ ഫങ്ഷണൽ ടെസ്റ്റ് നടത്തുക. ഈ കോംപ്രഹെൻസീവ് പ്രൊസീജിയർ ഫോളോ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു മെക്കാനിക്കൽ മോട്ടോർ വെഹിക്കിളിലെ വെഞ്ചർ കൺട്രോൾ യൂണിറ്റിന്റെ ശരിയായ പ്രവർത്തനം വ്യവസ്ഥാപിതമായി പരിശോധിക്കുകയും ഉറപ്പാക്കുകയും ചെയ്യാം. നമ്മൾ ഈ എക്സസൈസിന്റെ അവസാനത്തിൽ എത്തി. ഈ മോഡ്യൂളിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് റീക്യാപ്പ് ചെയ്യാം. നമ്മൾ പഠിച്ചത് ഐഡിൽ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ, ന്യൂമാറ്റിക് ഗവർണറിൽ ഡാമ്പിംഗ് ഡിവൈസ്, വെഞ്ചർ കൺട്രോൾ യൂണിറ്റ് പരിശോധിക്കാൻ, അങ്ങനെ ന്യൂമാറ്റിക് ഗവർണറിൽ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്നതും ഐഡിൽ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നതും ഡിവൈസ് ഡാമ്പിംഗ് ചെയ്യുന്നതും പ്രാക്ടീസ് ചെയ്യാൻ പഠിച്ചു. കൂടാതെ വെഞ്ചർ കൺട്രോൾ യൂണിറ്റ് ടെസ്റ്റ് നടത്താനും ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് വ്യക്തതയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഇൻസ്ട്രക്ടറുടെ സഹായത്തോടെ ഈ എക്സസൈസ് ചെയ്യുക. താങ്ക് യു.